ഇവൻ എന്നെ പ്രേമിച്ചു എന്ന് നാട്ടുകാരോട് പറയുമ്പോൾ എന്നാ ഇവള് വ്യഭിചരിച്ചു എന്നാക്കി തീർത്തു ഈ റോയൽ ഫാമിലി, ഇവിടുത്തെ സഖാക്കന്മാരും. അങ്ങനെ എന്നെ 15ാമത്തെ വയസ്സിൽ കൊണ്ടുവെക്കുന്നത്. ഞാൻ അയാളൊരു 2 മാസത്തോളം അയാളെ റേപ്പ് അനുഭവിച്ചിട്ടുണ്ട്, റേപ്പ്. അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ്, കത്തില്ല. അദ്ദേഹം മാത്രമല്ല വേറെ ആളും. അപ്പൊ പിന്നെ എനിക്ക് ഫോണില്ല, ഒരു ഉപാധിയില്ല, ട്രെയിൻ കയറാൻ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത് 90-ൽ മലബാർ എക്സ്പ്രസ്സിൽ തിരുവല്ലക്ക്. ഞാൻ ആ സമയത്ത് കുപ്പിവെള്ളം കണ്ടിട്ടില്ല, പൊട്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. എനിക്ക് കിട്ടാത്തത് ഇപ്പം എനിക്ക് 49 വയസ്സായി. ഇനി 49 കൊല്ലം ഞാൻ ജീവിക്കൂല. എനിക്ക് കിട്ടാത്തത് എല്ലാം നേടിയിട്ടേ ഞാൻ ജീവിക്കൂ. അതായത് നമ്മുടെ ഈ മഠത്തിന്റെ പേര് ചേലേരി മഠം. ഈ ചേലേരി മഠത്തിന്റെ ഈ CPM-ഉമായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ടുള്ള ബന്ധം എന്താണ്? ശരിക്കും ഞാൻ ബാലസംഘം മുതൽ ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ എന്നെ അറ്റാക്ക് ചെയ്തും കൊണ്ട് രാഷ്ട്രീയം പഠിച്ചു വിടുന്നു. ഗുണ്ടായിസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത്. എൻ്റെ കൂടെ പഠിച്ചവർ എൻ്റെ വീട് വളഞ്ഞിട്ടും എന്നെ വൃത്തികേട് പറഞ്ഞിട്ടും അവർ രാഷ്ട്രീയം പഠിച്ചു. ബാലസംഘം മുതൽ എൻ്റെ കൂടെ തുള്ളിയവർ. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ഞാൻ ചുവപ്പ് ബ്ലൗസും വെള്ള സാരി ഉടുത്ത് ഡിസംബർ 20-ന് നടന്നത് ഈ നാട്ടിൽ പലർക്കും അറിയാം. ഇപ്പം അവരെന്നോട് ഇങ്ങോട്ട് പരിഹസിക്കാൻ തുടങ്ങി. നാളെ വാങ്ങിക്കോ സാരി, പോയിക്കോ, എന്തിനാ കുറക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ അമ്മയോട് പറയുന്നു, ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് വേറെ രാഷ്ട്രീയവും വേണം, നമുക്ക് തുല്യമായ പോരാളികൾ വേണം ഏറ്റുമുട്ടാൻ. ഒരാൾ മാത്രമായിട്ട് അടിച്ചമർത്തുന്ന ലോകത്തിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയുന്നതെന്നറിയോ? എൻ്റെ മരണം വരെ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ജീവിച്ചിട്ട് ഈ ഗതികേട്. അതായത് നമ്മളുടെ മുമ്പ് നമ്മൾ ജനിച്ചു വളർന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരിവള്ളൂരിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഠം. കാരണം EMS-നെ പോലുള്ള ആളുകൾ നമ്പൂരി മഠങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയങ്കര മാറ്റങ്ങൾ, അതേപോലെ വിപ്ലവപരമായ മാറ്റങ്ങൾ അന്നത്തെ ജാതി വ്യവസ്ഥയിലൊക്കെ ഉടച്ചു വാർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചിലപ്പോൾ ഒളിവ് താമസം അടക്കം ഒരുക്കി കൊടുത്ത കീഴേരി പത്തായം അടക്കമുള്ള ശാലേരി മഠത്തിലാണ് ഈ സംഭവം. അതിന്റെ ഒരു അനുഭവം, അതിന്റെ ചരിത്രം പറയാമോ? ഈ മഠവും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം ചെറിയ അറിവിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിക്കുന്നത് ഡിസംബർ 20 എന്ന് പറയുന്ന ഒരു സമരമാണ്. അതായത് കരിവള്ളൂർ സമരം, കയ്യൂർ കരിവള്ളൂർ. അന്നേരമുള്ളൊരു രക്തസാക്ഷി, നമ്മളെല്ലാം അറിയാതെ തന്നെ എത്രയോ നാള് മുന്നേ ഇതിന് പോവാൻ തയ്യാറെടുക്കലും, പിന്നെ നമ്മൾ രാത്രി 1:30 വരെ പേപ്പർ വിരിച്ച് നാടകം കാണലും, ഒരു തരം വികാരം എന്ന് പറയുന്നില്ല, നമുക്കൊരു ബ്ലഡ് കയറിയ വികാരമാണത്. കരിവള്ളൂരിൻ്റെ സമരം. പിന്നെ നമ്മൾ കേരളത്തിലല്ല, ലോകത്തേടെ പോയാലും വീടെവിടെ കണ്ണൂരെവിടെ കരിവള്ളൂർ, പിന്നെ ചോദ്യമില്ല. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഇങ്ങനൊരു ഗതികേട്. പിന്നെ ഞാൻ ഒരിക്കലും ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് ഒന്നും ചെയ്ത ആളല്ല. ഈ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളവർക്കോ കരിവള്ളൂരിലുള്ളവർക്കോ എന്നെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ ജനിച്ചു വളർന്നത് ഈ തറവാട്ടിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് ആണുങ്ങളും പ്രൗഢിയും. ഒരു നേരം പറയാതെ വന്ന 50 ആൾക്ക് ഫുഡുണ്ട്. പിന്നെ നമ്മളൊരു AV കുഞ്ഞമ്പു എന്ന് പറഞ്ഞൊരു മഹാനായ ഒരു MLA, അത് അമ്മക്കൊക്കെ അദ്ദേഹത്തിനോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അദ്ദേഹം ആ കാലത്ത് ഇവിടെ ജോലിക്ക് വരുമായിരുന്നു പോലും പണ്ട്. പിന്നെ വാരം, പാട്ടം, നെല്ല്. ഞാൻ ജനിക്കുന്നതിന് കുറച്ച് മുന്നേ ദൂരത്ത് പാടങ്ങളും അതെ, വെരി വെരി റോയൽ ഫാമിലി. ഇന്ന് എന്നെ ദ്രോഹിക്കുന്നവരെ പാരൻസ് മുഴുവൻ കഞ്ഞിവെള്ളം കുടിച്ച വീടായത്. അങ്ങനെയുള്ള ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുടെ പ്രതീകമെന്ന് അവർ വിശേഷിപ്പിക്കുന്നതാണ്. അതെ, ഇത്തരത്തിലുള്ള ഒരു മഠം എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക്? അത് എന്ന് പറയുന്നത് ഒന്ന് കരിവള്ളൂര് വിപ്ലവ അതായത് നമ്മള് ജനിക്കുമ്പോൾ ആരും വേശ്യല്ല, കള്ളനല്ല, കോൺഗ്രസ് അല്ല, മാർക്സിസ്റ്റ് അല്ല, ഒന്നുമല്ല, ആരുമല്ല, എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ജനിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വ്യവസ്ഥിതി, നമ്മൾ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എന്ത് രാഷ്ട്രീയമായാലും, എന്ത് കല്യാണമായാലും, എന്ത് പ്രേമായാലും, സെക്സ് ആയാലും നമുക്കൊരു മെച്യൂരിറ്റി ഉണ്ട്. ഏജ് അല്ല, മെച്യൂരിറ്റി. ആ മെച്യൂരിറ്റി ലെവലിൽ തീരുമാനിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ തീരുമാനിക്കുമ്പോഴാണ് നമുക്കിതിൽ സങ്കടപ്പെടേണ്ടി വരുന്നത്. ഞാൻ കരിവള്ളൂർ ജനിച്ചു എന്നുകൊണ്ട് മാത്രം എനിക്കിത് അന്ധമായിട്ട് വിശ്വസിക്കാൻ ഇനി പറ്റൂല സാറേ.
ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചു. ഞാൻ ഇതെന്തോ ഭയങ്കരാണെന്ന് വിശ്വസിച്ചു. അതാണ് നമ്മൾ കരിവള്ളൂര് ജനിച്ചതിനെ കൊണ്ട് പ്രസ്ഥാനത്തിനോട് റെസ്പെക്ട് ഉണ്ട്. പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്ന ഗുണ്ടായിസത്തിന് അംഗീകരിക്കാൻ പറ്റൂല. അതായത് നമ്മളെ അടിച്ചേൽപ്പിച്ചിരുന്ന അവരുടെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് വൈകാരികമായി നമ്മൾ അതാണ് സത്യം എന്നുള്ള ചിന്തയിലൂടെ യാത്ര ചെയ്തു. ഇപ്പം എൻ്റെ ഈ അമ്മേന്റെ മാമൻ, ഞാൻ ഒരു 5-6 പഠിക്കുമ്പോൾ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി. ഇന്നത്തെ പല നേതാക്കന്മാരും അമ്മാമന്റെ ഫുഡ് എടുക്കാനും അമ്മാമന്റെ മറന്നുപോയ ഫയൽ എടുക്കാനും വരുന്ന തറവാട ഇത് സഹകരണ സ്ഥാപനത്തില്. അന്നത്തെ വളണ്ടിയർമാര്. പിതാവ് പിന്നെ അതിയടം ശ്രീസ്ഥ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അല്പം മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പിതാവിന്റെ സ്നേഹമോ സംരക്ഷണമോ കിട്ടിയിരുന്നില്ല. ഞങ്ങളൊരു മരുമക്കത്തായ വ്യവസ്ഥയിൽ വളർന്നുപോയി. ഈ അമ്മാവന്മാര് മുഴുവൻ ഈ മാർക്സിസ്റ്റിനോട് ആഭിമുഖ്യം. എൻ്റെ ഒരു പിന്നെ നാരു ഉണത്തിരി മാഷ് എന്ന് പറയും. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചു. പാർട്ടിയാണ് അയാളെല്ലാം പാർട്ടിയാണ്. അതൊരു വൈകാരികമായിട്ട് അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുക. അദ്ദേഹം ഒരു അമ്പലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് അമ്പലം ഒഴിവാക്കിയ കാരണവരാണ് എൻ്റെ അമ്മേൻ്റെ അമ്മാമൻ. ഒരാള് CPMന്റെ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയേറ്റ് റിട്ടയർഡ് ആയതാ. ഇന്ന് കാണുന്ന എനിക്ക് വേണ്ടി എനിക്കെതിരെ പ്രവർത്തിക്കുന്ന പല ബാങ്കിലെ ജീവനക്കാരായ സഖാക്കന്മാരും ഇവിടെ വന്ന് ഫയൽ എടുത്തുകൊണ്ടായവരാ CPMന്റെ ബാങ്കിൽ നിന്ന്. അപ്പൊ അതായത് ഒരു കാലയുടെ ജാതി വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ. പക്ഷെ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യരായി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്ന കുടുംബമാണിത്. അതായത് അമ്മ പലരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വെച്ചു കൊടുക്കുമായിരുന്നു. പലരും നമ്മളെ പഠിപ്പുര വരെ വരുമായിരുന്നല്ലോ, 4 കെട്ടിന്റെ ഒരു കാലഘട്ടം ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ജാതി മതഭേദമന്യേ ഞങ്ങളെ വീട്ടിൽ വരാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും തിരിച്ചവരെ കല്യാണത്തിന് പോവാനും ഇതേപോലെ ഈ ദൂരം വെച്ചു കൊടുത്ത അമ്മയാണ് ജയിലില് ഈ ജയരാജനെ കാണാൻ പോകുന്നത്. അതൊന്ന് നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഈ കലക്ട്രേറ്റ് വളയാൻ പോകുമ്പോൾ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഫുഡ് കഴിക്കാനില്ല മടി കൊണ്ട് അവല് കുഴച്ചത് റവ ഉപ്മാവ് എടുത്തിട്ടാണ് എനിക്ക് യശോദ സമരത്തിന് പോയത്. എൻ്റെ അമ്മ മറ്റുള്ളവര് ഫുഡ് കഴിക്കൂല, എനിക്ക് യശോദ. അപ്പം അത്ര അന്തർജനം. അപ്പം അതൊന്നും അല്ലാതെ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മുറ്റടിക്കാനുണ്ട്. ഞങ്ങളെ കൊണ്ട് ചൂല് തൊടിക്കൂല, ഞങ്ങളെ കൊണ്ട് റേഷൻ കടയിൽ പോയിപ്പിക്കൂല, ഒരാണുങ്ങൾ വന്ന കയ്യിൽ വെള്ളം കൊടുക്കാൻ ഞങ്ങളെ വിടൂല. വളരെ റോയൽ ഫാമിലിയാണ്, വളരെ റോയലായിട്ട് ജീവിച്ചതാ. റോയൽ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലെ നമുക്ക് തന്ന സ്ഥാനം ഉടച്ചു തകർത്തിട്ടാണ് നമ്മൾ വിപ്ലവ പ്രസ്ഥാനത്തോടൊപ്പം പോയത്. ഈ അമ്മ റേഷൻ കടേന്റെ സമരത്തിന് പോയി. അമ്മേന്റെ സ്വന്തം ജ്യേഷ്ഠൻ ഇന്ത്യൻ എയർലൈൻസിൽ ബോംബെയിൽ ജോലി ചെയ്യുന്നു. അയാൾ ഇവിടെ വരുമ്പം ഫുഡിന്റെ സമയത്ത് അമ്മ ഇടില്ല, നമ്മളൊക്കെ ചെറുതാ. എവിടെ പോയി യശോദ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് റേഷൻ കട ഉപരോധാണെന്ന്. അതിന് ശേഷം ഈ അമ്മ 2-3 മണിക്കൂർ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞില് എന്തിന് പോയി, എന്തിന് കൊടി പിടിക്കാൻ പോയി, എന്തിന് റോഡിൽ പോയി എന്ന് ചോദിച്ച് ഈ സ്ത്രീനെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീട്ടിലാണ് ഇന്ന് ഈ ഗതി. അതായത് അത്തരം ഉച്ചനീചത്വങ്ങൾക്കെതിരെ സ്വയം ഒരു ബ്രാഹ്മണത്തിൻ്റെ ഒരു ഇതിൽ കിടക്കുന്ന ഒരു പഴയ അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ അതെല്ലാം കെട്ടിക്കിടക്കുന്ന ഒരു അതെല്ലാം മാറ്റി ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ എടുത്തു ചാടിയ കുടുംബത്തിൽ ഒരു അമ്മയുടെ മകൾക്കാണ് ഇപ്പോൾ എന്നോട് അമ്മ പറയും, പണ്ട് കല്യാണം പുറത്തുള്ള ആൾക്കാർ മീൻസ് കാസ്റ്റിന്റെ എങ്ങനെയെല്ലാം വന്ന് ക്ഷണിച്ച പോവരുത്, ഇനി അഥവാ പോകുന്നുണ്ടെങ്കിൽ തലേന്നൊന്ന് പോയിട്ട് വരണമെന്ന്. ആ ആളിപ്പം മാറിയിട്ട് കല്യാണത്തിന് പോകുന്നില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ വെളുത്തുള്ളി വരെ ഉപയോഗിക്കാത്തൊരു ഫാമിലിയാണ്. അപ്പൊ കോമൺ ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റൂല. അങ്ങനത്തെ അമ്മ എന്നോട് കല്യാണത്തിന് പോണെന്ന് പറയുന്ന അത്രയും വിപ്ലവകാരിയായി മാറി. അത്രയും നമ്മൾ ആ പഴയ ചിന്താഗതിയിൽ മാറി മനുഷ്യരെ കണ്ട് ജാതി മതങ്ങൾക്കപ്പുറം എല്ലാവരും തുല്യരാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും നമ്മൾ മുൻപന്തിയിലേക്കും വന്നപ്പോൾ ഇപ്പോഴുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മേലാളന്മാർ അവര് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുടെ അല്ലെ മുതലാളിത്ത വ്യവസ്ഥയുടെ ആളുകളായി മാറുകയും നമ്മളെ അടിച്ചമർത്തി അവരെ ഒരു അടിമത്തം, അതായത് അവരുടെ സെക്സിന് ഉപകരണമായിരിക്കാം,
അല്ലെങ്കിൽ അവരുടെ എല്ലാ ഇതിനും ഉപകരണമായി. ഞങ്ങളെ വീട്ടിൽ വന്ന് കഞ്ഞിവെള്ളം കുടിച്ചവരെ മക്കള് ഞങ്ങളെടുത്ത് രാത്രി കാണുമെന്ന് ചോദിക്കുന്ന അത്രയും അധപ്പതിച്ചു കരിവള്ളൂര്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞങ്ങളെ വീട്ടിൽ വന്ന് കഞ്ഞിവെള്ളം കുടിച്ചാളെ മക്കള് പാർട്ടിയിൽ പോയതുകൊണ്ട് ഞങ്ങളിനി അവരെടുത്ത് അടുക്കളപ്പണിക്ക് പോകണം എന്നുള്ളതാണ് ഇവരെ പോളിസി. ഈ പറയുന്നതൊന്നും പ്രവൃത്തിയൊന്നും ആവരുത്. മാത്രമല്ല അവരുടെ ഇംഗിതങ്ങൾക്ക് നമ്മൾ വഴങ്ങണം. അവരാവശ്യം. ആ സ്ഥിതിയിലേക്കാണ് കമ്മ്യൂണിസം വളരുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് ആ രൂപത്തിലേക്ക് ആശയങ്ങൾ മാറ്റിപ്പിടിക്കാൻ തുടങ്ങി. മുമ്പ് എന്താണോ നമ്മളെ പഠിപ്പിച്ചു തന്നത് അതൊന്നുമല്ല. കുറെ മേലാളന്മാർ അടക്കി വാഴുന്ന ഒരു പ്രസ്ഥാനം, അതിന്റെ അടിയിൽ കിടക്കുന്ന സ്ത്രീകൾക്കൊന്നും യാതൊരു വിലയും EMS നായനാരും എല്ലാം പറയുന്ന ചില വാചകങ്ങൾ ഞാൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. എന്താണെന്നറിയോ? നമ്മളായിട്ടിരിക്കുക, നമുക്ക് തന്നത് ജനങ്ങളാണെന്നുള്ളൊരു പോളിസിയാണ് അവർ പറയുന്നത്. ഇവരിപ്പോൾ പറയുന്നത് ഞങ്ങളെല്ലാം ഞങ്ങൾ നേടിയതിൻ്റെ പുറകെ നിങ്ങൾ വന്നോളാം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക. അതായത് ഇപ്പോൾ ഒരു സഖാവ് വന്നിട്ട് ഇപ്പോൾ ഉച്ചക്ക് 1 മണിക്ക് പറയാന്ന്, ശ്രീലത കയറി ഉറങ്ങിക്കോ. അയ്യോ ഇത് പിന്നെ കുഞ്ഞികൃഷ്ണായിട്ട് ഇതിപ്പോ ഉച്ചയല്ലേ പകലല്ലേ എന്നൊരു സംശയം ചോദിച്ചാൽ പിന്നെ എനിക്കിവിടെ വോയിസ് ഇല്ല. പിന്നെ എൻ്റെ വീട്ടിലെ മരം വെട്ടും, എൻ്റെ വീട്ടിലെ തെങ്ങിൻ്റെ കൊല ഉണ്ടാവൂല, കിണറിൽ വിഷം കലക്കും, ജനലിൻ്റെ പിന്നെ പാളി ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. അവർക്ക് കീഴടങ്ങുക. എത്രയോ നേതാക്കന്മാര് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോ ബൈക്കിൽ പിറകെ വന്നിട്ടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന EMSO AKGO കെട്ടിപ്പടുത്ത പ്രസ്ഥാനമല്ല ഇപ്പോൾ. ഉണ്ടാക്കിയെടുത്ത പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്ത് ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുടെ മാതൃകയാക്കി അതിൽ അണികളോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ അവരെ അടിമകളാണ്, വെറും ഉപകരണങ്ങളാണ്, അവർ പറഞ്ഞു കേട്ടോളണം. യഥാർത്ഥ മാർക്കിസത്തിൽ ആ ഒരു ബുക്കോ അല്ലെങ്കിൽ പഴയ ആൾക്കാരുടെ പ്രസംഗമോ കേട്ട് ഒരു പുഴുവായി എനിക്ക് അതിനോട് യോജിക്കാൻ പ്രയാസമുണ്ട് ഇവരെ പോളിസിയോട്. നമ്മള് കുട്ടിപ്രായം മുതലെടുക്കാൻ, നമ്മുടെ കുട്ടിപ്രായം മുതലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കാരണം നേരത്തെ ഞാൻ മനസ്സിലാക്കി 15-ാം വയസ്സിൽ എന്നെ വിവാഹം കഴിച്ചു എന്നുള്ളത്, അത് എന്താണ്? അത് ഞാൻ 90 SLC കഴിഞ്ഞു. 90 മാർച്ച് 6 കല്യാണം, മാർച്ച് 27 റിസൾട്ട്. പിന്നെ അപ്പം എനിക്ക് 16 വയസ്സുണ്ട്. കാരണം എനിക്ക് വിവരം കൂടാൻ വേണ്ടി എന്നെ 1-2 വർഷം ഇരുത്തി, അന്നത്തെ രീതി. അങ്ങനെ എനിക്ക് 17-ാമത്തെ വയസ്സിലൊരു മോള്, അയാൾ മദ്യപാനി, ഇവര് ഒന്നും അറിയാതെ ഭർത്താവ് ഇവരൊന്നും അറിയാതെ ഒരു സെക്സ് പിന്നെ മലയാളത്തിൽ പറഞ്ഞ ലേഡീസിനെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജന്റിനായിരുന്നു എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അപ്പം അയാള് ഇലക്ട്രീഷ്യൻ ആയിരുന്നു. അയാളെ വീട് തിരുവല്ല നെടുമ്പുറം പാലസിലെ തമ്പുരാനാണ്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പല ആളും വന്നിട്ട് എൻ്റെ ഇങ്ങനെ കൈക്ക് കയറി പിടിക്കുക. ഇയാൾ ഫുൾ മദ്യപിച്ചിട്ട് പിന്നെ ലോഡിൽ വന്ന് ആ കൂടെ വരുന്ന ആൾ അത്രയും മദ്യപിക്കാതിരിക്കുക. എന്നിട്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ ഈ രൂപമായിരുന്നില്ല, നല്ല സുന്ദരിയായിരുന്നു. ആ രൂപത്തിലുള്ള എന്നെ അതെ അല്ല അത് 4 വർഷം മുന്നേ, പഴയ ഫോട്ടോസ് ഒന്നും ഇല്ല. ഇല്ല. ഇപ്പൊ ഒരുപാട് 2-3 മാസമായിട്ട് ഇപ്പൊ പ്രേത രൂപത്തില് ചെസ്റ്റ് ഇൻഫെക്ഷൻ, കുളിച്ചു, ഒരുപാട് ചെയ്യാത്ത തെറ്റ് ആരോപിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ട്രെസ്. ആരും പേടിയൊന്നുമില്ല, ആരും പേടിയില്ല, മരിക്കാൻ പേടിയില്ല, ജയിലിൽ പോവാൻ പേടിയില്ല, ഒന്നുമില്ല. ഞാനായിട്ട് തന്നെ ജീവിക്കും. പ്രസ്ഥാനത്തിനോട് റെസ്പെക്റ്റും ഉണ്ട്. പക്ഷെ ആ പ്രസ്ഥാനത്തെ ഇപ്പം നയിക്കുന്ന ആളുകള് ഞാൻ യോജിക്കുന്നില്ല, മരണം വരെ യോജിക്കൂല. ഇനി ആരെങ്കിലും അതിലുണ്ടോ എന്നന്വേഷിച്ച് പോണം നമ്മളോട് യോജിക്കാൻ പറ്റിയവര്. പ്രത്യക്ഷത്തിൽ ഞാൻ ആരും കാണുന്നില്ല. അതിന്റെ അണികളെല്ലാം പാവപ്പെട്ടവരും ഇതിനെ നയിക്കുന്ന ആളുകൾ. അല്ല, ഏതെങ്കിലും ഒരു നേതാവിന്റെ മക്കള് നാട്ടിൽ കൊടി പിടിക്കാനുണ്ടോ? എല്ലാരും വിദേശത്തല്ലേ. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മോൻ കൊലയാളി ഉണ്ടോ? ഏതെങ്കിലും ഒരു പിന്നെ നേതാവിൻ്റെ മകൾക്ക് ഭർത്താവില്ലാണ്ടുണ്ടോ? ഇല്ല. അതൊക്കെ വായിച്ചിട്ടും കണ്ടിട്ടും വളരുന്ന ആർക്കും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റൂ. അത് എൻ്റെ തെറ്റല്ല. ഈ പിന്നെ ഒരു 75-80 ഇതിങ്ങോട്ട് ജീവിക്കുന്ന കിഡ്സിൻ്റെ എല്ലാം മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാവാം. പലരും ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടും സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടും ജീവന് പേടിച്ചിട്ട് വന്ന് ഇത് പറയാത്തത്. CPM-ന്റെ എന്തെങ്കിലും ഒരു സഹായം നേതാക്കന്മാരുടെ കൈപ്പറ്റിയവരാണ് പറയാത്തത്. എപ്പോഴും കണക്റ്റഡ് ആണ് ജീവിതം. അതെന്തെന്ന് പറഞ്ഞാൽ വിളിച്ചു തരും. എൻ്റെ മോൻ ഇപ്പൊ പാർട്ടി പ്രവർത്തനത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഏത് ഹോട്ടലിൽ പോയി ക്ലാസ് പഠിച്ചാലും പാർട്ടി പ്രവർത്തനം വേണ്ട, നീ വോട്ട് ചെയ്തോ, നീ വിശ്വസിച്ചോ,
നീ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുകെട്ടിനും ബാങ്കിലെ ജോലി വേണ്ട. ഓക്കെ, 15-ാം വയസ്സിൽ ഉണ്ടായിരുന്ന ദുരന്തം എന്ന് 15-ാമത്തെ വയസ്സിലുണ്ടായ ദുരന്തത്തിൽ ഇവിടുത്തെ സഖാക്കന്മാർക്കും റോളുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, അച്ഛനില്ലാതെ ആങ്ങളമാരില്ലാതെ ഒരു സുന്ദരിയായ പെണ്ണ് ജീവിക്കുന്ന കാണുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു സഖാവ്, അതായത് നോട്ടീസ് ഇടാൻ പോകുന്ന, ബോർഡ് എഴുതാൻ പോകുന്ന സഖാവ്, ഭാര്യയും 2 മക്കളുള്ള ഒരാൾ എന്നെ ഇഷ്ടമാണെന്ന് വന്ന് പറഞ്ഞു. പരസ്യമായിട്ട് വെള്ളമടിച്ച് പറഞ്ഞു നടന്നു. അവനെ ഈ നാട്ടുകാർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മറ്റേ ഇവിടുത്തെ ഒരു മുച്ചിലോട്ട് ഭഗവതീൻ്റെ കഥയുണ്ട്. അതായത് ഏറ്റവും വലിയ രസം ഏതാന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി, 7 വയസ്സിലെ പെൺകുട്ടി പറയുന്നത് കാമരസാണെന്ന്. എന്നാൽ ഇവൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാങ്കല്പിക രൂപമാണ് മുച്ചിലോട്ട് ഭഗവതി, ആദ്യം മുച്ചിലോട്ട്. അതേപോലെ ഇവൻ എന്നെ പ്രേമിച്ചു എന്ന് നാട്ടുകാരോട് പറയുമ്പോൾ എന്നാൽ ഇവൾ വ്യഭിചരിച്ചു എന്നാക്കി തീർത്തു ഈ റോയൽ ഫാമിലിയും ഇവിടുത്തെ സഖാക്കന്മാരും. അങ്ങനെ എന്നെ 15-ാമത്തെ വയസ്സിൽ കൊണ്ടുവെക്കുന്നത്. എനിക്ക് കല്യാണം എന്താണെന്നോ, എന്തിനാ കല്യാണം കഴിക്കുന്നതെന്നോ, എങ്ങനെ മക്കളുണ്ടാവുന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒന്നും അറിയില്ല, വട്ടപൂജ്യം. ഞാൻ അയാളൊരു 2 മാസത്തോളം അയാളെ റേപ്പ് അനുഭവിച്ചിട്ടുണ്ട്. റേപ്പ് ഭർത്താവിൻ്റെ. അയാൾ എനിക്ക് ഭർത്താവൊന്നുമായിട്ട് അന്നേരം തോന്നിയിട്ടുമില്ല, ഇപ്പോഴും ഇല്ല, അന്നോ ഇല്ല. ഏതോ ഒരുത്തൻ്റെ അടുത്ത് പെട്ടു, വേറെ കുറേ ആൾ റേപ്പ് ചെയ്യാൻ വരുന്നു, ഇയാളും റേപ്പ് ചെയ്യുന്നു. അപ്പൊ പിന്നെ ഞാൻ അവിടുന്ന് അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ്, കത്തില്ല. അദ്ദേഹം മാത്രമല്ല വേറെ ആളും. അപ്പൊ പിന്നെ എനിക്ക് ഫോണില്ല, ഒരു ഉപാധിയില്ല, ട്രെയിൻ കയറാൻ അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നത് 90-ൽ മലബാർ എക്സ്പ്രസ്സിൽ തിരുവല്ലക്ക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പം തിരിച്ച് നാട് പിടിക്കാൻ ഒരു വഴിയില്ല. അപ്പം അവരൊരു ബന്ധുവാന്ന് പറയുന്ന വല്യമ്മ, ഇവിടെ ഒരു പരിപാടി ഇതാണ്, പിന്നെ നേഴ്സുമാരും ഇതിനായിട്ട് വരുന്ന ലേഡീസിനെ ഒരു കൂട്ടിക്കൊടുക്കുന്ന ഒരു സെൻറ്ററാണ് ഈ വീട്, ഈ റൂം. അവൻ്റെ അമ്മക്കിലൊന്നും ഒരു വോയിസ് ഇല്ല, അടി കിട്ടും, അതുകൊണ്ട് കുട്ടി വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന്. അതിൻ്റെ മേലെ പിന്നെ ഞാൻ എടുത്തൊരടവ്, എല്ലാ ദിവസവും വൈകുന്നേരം ഫസ്റ്റ് പ്രിഫറൻസ് രാത്രിയിലത്തെ റേപ്പിൻ്റെ കരച്ചിൽ, റേപ്പ് നേരിടാനുള്ള കരച്ചിൽ 1. 2 അമ്മേനെ കാണണം. 2 ടൈപ്പ് കരച്ചിലുണ്ട് എല്ലാ ദിവസവും. ഈ കരച്ചിൽ ഒരു 10-15 ദിവസത്തോടെ വിജയം കണ്ടു. ഇവിടെ കൊണ്ടുവിട്ടു. ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഇവിടുന്ന് റേപ്പ് തുടരുമ്പോൾ ഉള്ളിന്ന് കുറ്റിയിടാൻ ഞാൻ സമ്മതിക്കൂല. അപ്പം ഈ അമ്മ വന്നിട്ട് എപ്പോഴും കഥകിന് തട്ടിയിട്ട് എന്തെന്ന് ചോദിക്കും. അപ്പം ഇയാൾ ആവശ്യങ്ങൾ തീരാതിരിക്കുമ്പോൾ ഇയാൾ ചുമരിനിട്ടടിക്കും. ഇയാളെ കയ്യും കാലും എല്ലാം അങ്ങനെ എന്നെ ഉപദ്രവിക്കും. അങ്ങനെയായി പിന്നെ ഇയാൾ പോയി. പിന്നെ എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞു, ഈ മോളെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല, അവൻ്റെ കൂടെ തന്നെ പോകണമെന്ന്, നാണക്കേടാണെന്ന്. അങ്ങനെ ഈ നാട്ടിലെ CPM-കാരും ഈ നാട്ടിലെ കുറേ മധ്യസ്ഥക്കാരും എൻ്റെ അമ്മേൻ്റെ ജ്യേഷ്ഠനും എല്ലാവരും കൂടി ഇവനെ വീണ്ടും വരുത്തി. പിന്നെയും റേപ്പിന് വിധേയമായതല്ലാണ്ട് ഇയാളുടെ അടുത്തൊന്നും ഒന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് 94 ഫെബ്രുവരിയിൽ ഒരു മോനെ കിട്ടി മധ്യസ്ഥ പ്രകാരം. ആ മോനെ അയാൾ ഈ സമയം വരെ കണ്ടിട്ടില്ല. ഈ നമ്മൾ സംസാരിക്കുന്നവരെ കണ്ടിട്ടില്ല, മോനെ കണ്ടിട്ടില്ല. അയാളെ മോനാണെന്ന് ഞാൻ പറഞ്ഞറിയാം. ഞാൻ മറ്റൊരാളെ കൂടെ പോവാത്തതുകൊണ്ട് എൻ്റെ മോൻ അയാളതാണെന്ന് എനിക്കറിയാം, അവനെ അറിയില്ല. വേറൊരു കാര്യം പറഞ്ഞ, അയാൾ വേറെ ആൾക്കാരെ കൊണ്ട് നമ്മളെ അയാളുടെ പേരിൽ ഇവിടെയും പയ്യന്നൂരിൽ ആള് വന്നിട്ട് എൻ്റെ കൈ കയറി പിടിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അവിടുന്ന് രാത്രിയാകുമ്പോൾ പലരും വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു 16 വയസ്സിൽ ഒരു പാവാടിയും ബ്ലൗസ്. ഞാൻ ശരിക്ക് ഫുൾ പാവാടി ഇട്ടിട്ടില്ല. എന്നിപ്പോൾ ഒരുപാട് ആൾ നിങ്ങൾ പിന്നെ തുണി ഉടുക്കുന്നില്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലൊരു ഉടുപ്പിട്ടിട്ടില്ല, പൊട്ട് വെച്ചിട്ടില്ല, ഫുൾ പാവാടി ഇട്ടിട്ടില്ല, ഒന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ ആ സമയത്ത് കുപ്പിവള കണ്ടിട്ടില്ല, പൊട്ട് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഇപ്പം എൻ്റെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് ഇഷ്ടമുള്ള പോലെ തുള്ളും. അതിനൊരു CPM-ഓ ഒരു ബന്ധുക്കളോ ലോകത്തൊരാളും എൻ്റെ വിഷയമല്ല. എനിക്ക് കിട്ടാത്തത്, ഇപ്പം എനിക്ക് 49 വയസ്സായി, ഇനി 49 കൊല്ലം ഞാൻ ജീവിക്കൂല. എനിക്ക് കിട്ടാത്തതെല്ലാം നേടിയിട്ടേ ഞാൻ ജീവിക്കൂ. അതിനി എൻ്റെ ജീവൻ പോണ്ടി വന്നാലും ഒരു തെമ്മാടികൾക്കും എൻ്റെ ശരീരം കാഴ്ചവെക്കാനോ CPM-കാർക്ക് അടിമപ്പെടാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നാളെ ഇന്നറിട്ടിട്ട് കുളിക്കണമെങ്കിലും മുഖ്യമന്ത്രിൻ്റെ മുന്നിൽ ഞാൻ കുളിച്ചിരിക്കും. അതെൻ്റെ ഒറ്റ തീരുമാനമാണ്. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, എൻ്റെ യൂട്യൂബ്, എൻ്റെ ജീവിതഗതിയൊന്നും എൻ്റെ ജോലി സ്ഥലത്ത് എഴുതി വെക്കാൻ ഒരു CPM കൂട്ടുനിന്നാലും ഞാൻ അംഗീകരിക്കൂല. അത് ഞാൻ അംഗീകരിക്കൂല. അത് ഞാൻ ജീവിച്ച സാഹചര്യം. ഞാൻ 2 ദിവസം പഴകി കഞ്ഞി കൊടുത്തിട്ടുണ്ട് മോനെ. അന്നേരം എവിടെ പോയി സഖാക്കന്മാർ?
അന്നേരം എന്നെ ദ്രോഹിക്കുന്ന ചുമരെഴുതാൻ കൂട്ടുനിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ അവരെ പിൻഗാമികളും മുൻഗാമികളൊക്കെ എവിടെ പോയി? എൻ്റെ മോന് ഞാൻ ജോലി ചെയ്ത് ഇപ്പൊ ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. 27 വയസ്സായ മോന് ടീഷർട്ടും ബിസ്ക്കറ്റും കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ 20 കൊല്ലം മുന്നേ സങ്കടം തീർക്കുന്നത്. എനിക്ക് അവരെ ബർത്ത്ഡേ കഴിക്കാൻ പറ്റിയിട്ടില്ല, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പം മോന് ഡ്രസ്സ് വാങ്ങും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. ഇപ്പൊ കോളേജിലെ പ്രശ്നം കൊണ്ട് മോനും മിണ്ടുന്നില്ല. 20 കൊല്ലം 25 കൊല്ലം മുന്നേ ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്തിട്ടാണ്. എന്നെ സസ്പെൻഷൻ അടിച്ചിട്ടല്ല ഇവര് മാന്യത പ്രകടിപ്പിക്കേണ്ടത്. ആ സ്ഥിതിയിലേക്ക് എത്തിച്ചതാണ് കരിവള്ളൂര് CPM, കണ്ണൂര് CPM. കണ്ണൂരിന്റെ ധർമ്മശാലയിലെ ഗോവിന്ദ മാഷ നേതൃത്വത്തിലുള്ള ലോബി ഒന്നുമല്ലാത്തൊരു പെണ്ണിനോട് മത്സരിക്കുന്നു. തുല്യശക്തിയോടല്ലേ ഏറ്റുമുട്ടുണ്ട്. എനിക്കെപ്പോഴും എൻ്റെ പേഴ്സണൽ ലൈഫ് പറഞ്ഞാൽ അതിഭീകര സങ്കടമാണ്. എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ, എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റൂല. കാരണം അത്രമാത്രം അനുഭവിച്ച ഒരു ലൈഫാണ്. ഇതൊന്നും അല്ല, പറയാൻ പറ്റാത്തത്ര അനുഭവിച്ചു. ഞാൻ സിസേറിയൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇയാൾ വന്നിട്ട് എന്നെ ബാത്റൂമിൽ നിന്ന് റേപ്പ് ചെയ്തു, ഭർത്താവ്. ഇവിടെ കല്യാണം കഴിച്ച ആളെന്നെ ഞാൻ ഒരിക്കൽ പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്ത് കിടക്കുമ്പോൾ എന്നെ കയറി പിടിച്ചിട്ടുണ്ട്. ഇന്നാണെങ്കിൽ പോക്സോ കേസിൽ അകത്താവേണ്ട ആളാണ്. പോക്സോ ഒന്നല്ല, അവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. ഞാൻ അനുഭവിച്ചത് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തൂക്കാൻ വിധിക്കും. ക്രൂരമായിട്ടാണ് നമ്മളെ റേപ്പ് ചെയ്തത്. അങ്ങനെ കുറച്ച് നാട്ടുകാരും ഉണ്ട്, തൂക്കാൻ വിധിക്കുന്ന കുറച്ച് നാട്ടുകാരും ബന്ധുക്കളും ഉണ്ട്. ഒറ്റപ്പെട്ട സ്ത്രീകളെ ഇങ്ങനെ വേട്ടയാടുന്ന രീതിയിലേക്ക് CPM അതപ്പതിച്ചു. പ്രത്യേകിച്ചും കരിവള്ളൂർ സാറേ, ഇപ്പോഴല്ല, അതപ്പതിച്ചിട്ട് 20 വർഷമായി. എൻ്റെ അനുഭവത്തിൽ അതപ്പതിച്ചിട്ട് 20 വർഷമായി. നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങളും യൂട്യൂബൊക്കെ വന്നതുകൊണ്ട് ജനങ്ങൾ അറിയുന്നു. അന്ന് ഞാൻ അനുഭവിച്ചത് അറിയിക്കാൻ ഒരു മീഡിയ ഇല്ലായിരുന്നു. ഇന്ന് അറിയുന്നത് അതുകൊണ്ടാണ്. ഇത്ര ധൈര്യം എവിടുന്ന് കിട്ടി? ധൈര്യം ജീവിതം. അതായത് എനിക്കിപ്പോൾ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നില്ല, വ്യഭിചരിക്കാൻ പോകുന്നില്ല, ഇത് വാങ്ങിയിട്ടില്ല, എന്താണ് കൈക്കൂലി വാങ്ങിയിട്ടില്ല, പിന്നെ ഒരുപാട് സ്വത്ത് വാങ്ങണ്ട, ഒന്നും വേണ്ട. എൻ്റെ മുന്നിൽ ബിഗ് സീറോ ആണ്. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എൻ്റെ രീതിക്ക് തടസ്സം നിൽക്കാൻ ആരും വരണ്ട. അതെൻ്റെ ജീവിതം. അവരാണ് നമ്മളെ എങ്ങനെയാക്കിയത്, അവരാണ് ഇങ്ങനെ ആക്കിയത്. ഇത്രയും തെമ്മാടിത്തരം ചെയ്തവർ എന്നെ ബോൾഡാക്കി, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അങ്ങനെ പറയണം. മുമ്പ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചാതുർവർണ്ണയത്തിലും അതേപോലെ അല്ലാത്ത അയിത്ത വ്യവസ്ഥയിലും ആ സാമൂഹ്യ വ്യവസ്ഥയിൽ അടിമപ്പെട്ട് കടന്നിരുന്ന താഴെക്കടയിലുള്ള നമ്മളെ ജാതി വ്യവസ്ഥ താഴെ എന്ന് പറയുന്ന ആളുകൾ അനുഭവിച്ചതിൻ്റെ ഇതിലുള്ള പൊട്ടിത്തെറിയുന്നത്. അതാണ് പിന്നീട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ തിരിച്ചിട്ട് മേലാളന്മാരെ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയെ പോലെ അല്ല. അവർക്ക് റിയൽ എസ്റ്റേറ്റ്, അവർക്ക് കാറ്, അവർ ഹൈ ഫെസിലിറ്റി, സഖാക്കന്മാരെ മക്കളെല്ലാം മാളിലാണ്. നമ്മൾ കുടുംബശ്രീൻ്റെ ഹോട്ടലിൽ, അവർ ഉണ്ടാക്കിയ കുടുംബശ്രീ ഹോട്ടലിൽ നിങ്ങളും ഞാനും പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മക്കൾ മാളിലാണ്, ലുലു മാളിൽ. അതെന്താ പറയാത്തേ? ഞാൻ പയ്യന്നൂർ പോകുമ്പോൾ പയ്യന്നൂർ മാളിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളുള്ളത്. ഇത് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ മകളും കുടുംബത്തോടും അടക്കമുള്ള അറിയിപ്പാണ്. അറിയിപ്പ് തന്നെ. കാരണം നമ്മളെ അങ്ങനെ ആക്കി മാറ്റി, നമ്മൾ അങ്ങനെ ആക്കിയതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പ്രാവശ്യം ഒരു സങ്കടപ്പെട്ട വീഡിയോ ഇട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് കഴിഞ്ഞതാലോചിച്ച സങ്കടം വരുന്നു. ഈ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ കുറേ മക്കളുണ്ടായിട്ട് അവസാനം ഈ മുഖ്യമന്ത്രിയും വേറെ 1-2 ആളെ ബാക്കിയായതെന്ന് പറഞ്ഞു ആ ലേഡിക്ക്, അമ്മക്ക്. അപ്പൊ കഞ്ഞിന്റെ വെള്ളം അമ്മ കുടിച്ചിട്ട് വറ്റ് ഇദ്ദേഹത്തിന് കൊടുക്കും. അപ്പം അതുപോലെ ജീവിച്ച അമ്മമാര് ഈ നാട്ടിലുണ്ടെന്ന് എന്തുകൊണ്ട് അദ്ദേഹം ഓർക്കാത്തേ? എന്തുകൊണ്ടാ ഓർക്കാത്തേ? ആ വീഡിയോന്റെ മേലെ എന്താ സസ്പെൻഷൻ തിരിച്ചെടുക്കാത്തേ? അയാളെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇട്ട ആള് ഈ ഒരു സങ്കടത്താൽ തിരിച്ചെടുക്കാലോ. ഞാൻ അയാളെ കഥ വായിച്ച് കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് ഉപദ്രവിച്ചു. നമ്മൾ കേട്ടപ്പോൾ അദ്ദേഹത്തോട് വീരാരാധന തുടങ്ങി. ഇപ്പോഴും അയാൾക്ക് ഒരുപാട് യൂറിൻ പാസ് ചെയ്യാനും നടുവിനും എല്ലാം പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മളെ പഠിപ്പ്, നമ്മളെ സ്ഥാപനം, നമ്മളെ യൂട്യൂബ്, നമ്മളെ ജീവിതം എല്ലാം ഈ മുന്നേ നടന്നവര് നേടിത്തന്നതാണ്. ആ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ഇവർ നിഷേധിച്ചിരിക്കുന്നത്. അവര് അടിച്ചമർത്തുന്നു. അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രസ്ഥാനത്തിനോടോ വ്യക്തിയോടോ അല്ല. ഇവര് തീരുമാനിക്കുന്ന പോളിസി
അംഗീകരിക്കാൻ പറ്റൂല. കണ്ണടച്ച് ഇരുട്ടാക്കൽ പറ്റൂല. എൻ്റെ സ്വാതന്ത്ര്യം എസ് എ ലേഡി, എനിക്ക് തരേണ്ട മാന്യത വേണ്ടെങ്കിലും മാനത്തിന് ഇവര് വില പറയരുത്. ഇവരെനിക്ക് മാന്യതയൊന്നും തരണ്ട. ഇവരെ കണ്ണിൽ ഞാൻ ആരൊക്കെയോ അയ്യോ അവളോ ആ കഥ നമുക്കറിയാന്ന ഇവര് പറയുന്നത്. ഇവരെ കഥ തിരിച്ചു പറയുമ്പോ ഇവർക്ക് എന്തിനാ ഇത്ര വിഷമം? ഇപ്പൊ നമ്മൾ രണ്ടാളും അല്ലാതെ ഞാൻ മാത്രം തീരുമാനിച്ച് സാറ് മോശമാവോ? ഇവരെ കണ്ണിൽ ഞാൻ വളരെ മോശം, നിനക്ക് ഒറ്റയ്ക്ക് മോശമാവാൻ പറ്റുമോ? അതാരാ തീരുമാനിക്കുന്നത്? അതും കരിവള്ളൂര്. അതായത് അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്ത കരിവള്ളൂര് പോലെയുള്ള ഒരു സഖാക്കന്മാരെ, കരിവള്ളൂരിന്റെ വലിയ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിക്കുന്നവരെടുത്ത് ശ്രീലത മാത്രമായിട്ട് മോശമാവോ? അതിനുത്തരം പറഞ്ഞാൽ മതി. ഇവരെ കണ്ണിൽ ഞാൻ ഒരു ചീത്ത സ്ത്രീയാണ്. ഞാൻ എവിടെ ട്രാൻസ്ഫർ ആയിട്ട് പോയാലും പറയും അവൾ ആള് പെശകാന്ന്. കരിവള്ളൂരിലെ ആളല്ലേ പെശകിന് വന്നതപ്പോ. ഒരു കാലഘട്ടത്തിൽ CPM-ലെ പ്രമുഖ നേതാക്കന്മാർക്ക് ഒളിവ് ജീവിതമടക്കം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കീഴേരി മഠം അല്ലെ, ചേലേരി മഠത്തിലെ ഏറ്റവും പുതിയ അവസാന അന്തർജനമായി കഴിഞ്ഞുകൂടി പ്രവർത്തിക്കേണ്ട ആളാണ്. വിപ്ലവ പ്രസ്ഥാനത്തിൽ പെട്ട് മുന്നോട്ട് വന്ന അപ്പുറത്തെ ഒരു പത്തായത്തില് EMS പിന്നെ വന്ന് ഒളിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലും വന്ന് ഒളിവിൽ താമസിച്ചിട്ടുള്ള എന്റെ പിതാവ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ കാലഘട്ടത്തിൽ ഈ അമ്മേൻ്റെ ഒരു അമ്മാമൻ അന്ന് VIPസിന് മാത്രമേ നേന്ത്രപ്പഴവും പാലൊക്കെ ഉള്ളു പോലും, ഇങ്ങനെ സാധാരണക്കാർക്കില്ല. അപ്പം ഏതോ ഒരു എനിക്ക് പിന്നെ കരിവള്ളൂര് K കൃഷ്ണൻ മാഷ് അങ്ങനെ കുറച്ച് സഖാക്കന്മാരുണ്ട്. അപ്പം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ MSPൻ്റെ അങ്ങനെ എന്തോ പോലീസുകാർ വരുന്നുണ്ടെന്ന്. അപ്പം നമ്മളെ 4ാം നിലയിൽ പിന്നെ പോയിട്ട് കിടന്നു. അപ്പം വന്ന് കിടക്കുന്നത് ഇന്നാളല്ലേ. അപ്പം പിന്നെ കടയിൽ നിന്ന് അന്ന് പറ്റാന്ന് പറ്റില് പഴം പാല് സാധനങ്ങളെല്ലാം വരുത്തിച്ച് ഒരാളും അറിയാതെ മുറ്റടിക്കാൻ വന്ന സ്ത്രീന്റെ കയ്യിലാന്ന് കൊടുത്തേച്ചു എന്ന് കേട്ടിട്ട് ഉള്ള സ്ഥലത്താ നീഗതി. അതായത് ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഭൂപ്രഭുത്വത്തിനെതിരെ പോരാടി ജാതി വ്യവസ്ഥ പറയുന്നുണ്ടെങ്കിൽ ആ കിടന്നാൾ ഒരിക്കലും ഇവിടെ കിടക്കൂല. അതെ, ധീര രക്തസാക്ഷിത്വം വഹിച്ച ആ നാട്ടില്, ആ വിപ്ലവത്തിന് വേണ്ടി പുറപ്പെട്ട ഈ നാട്ടില് വിപ്ലവം വേണ്ടത് ഈ തമ്മാടികൾക്കെതിരെയാണ്. അന്ന് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയായിട്ട് കണ്ടിരുന്ന ഭൂപ്രഭുക്കളായിരുന്നു, അവരെ അടിമകളായിരുന്നു. ഇന്ന് തിരിച്ചായിരിക്കുന്നു. അതിനുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. അതെ, ഞാൻ ഈ സങ്കടം എല്ലാം പറയുമ്പോ ഈ അമ്മ പറയും, ഈ പിന്നെ AV കുഞ്ഞമ്പൂ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ട് ഇവിടെ, കരിവള്ളൂർ മുരളി എന്നെല്ലാം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അമ്മ പറയുന്ന ഇങ്ങനെ വളരെ ശാന്തനും അതായത് കുട്ടികളോടെല്ലാം പെരുമാറ്റവും അമ്മേനെല്ലാം കണ്ട ഒരു ഭയങ്കര ബഹുമാനവും. 2 പറമ്പപ്പുറാണ്. ആ നാട്ടിലാണ് എനിക്ക് ഈ ഗതി. അദ്ദേഹം ഒന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തെമ്മാടിത്തരി കരിവള്ളൂര് നടക്കൂല. ഞാനിങ്ങനെ പറയുമ്പോ അമ്മ പറയും അതല്ലൊരു ലെജൻഡാണ്. അതായത് 8 വർഷത്തെ CPM ഭരണത്തിൽ കേരളത്തിലെ CPM-നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി പാർട്ടിയെ ജീർണാവസ്ഥയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ എന്തൊക്കെയാണോ ഈ പ്രസ്ഥാനത്ത് നിന്ന് ഓപ്പോസിറ്റ് ചെയ്യാനും ആളില്ല. അല്ല, നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ഈ നാട്ടില് അതിന്റെ 1% ഇല്ല. നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയത്. ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി സ്വന്തം ഒരു മോഡേൺ യുഗത്തിന്റെ ഭാഗമായിട്ടുള്ള യൂട്യൂബ് ചാനൽ. എനിക്ക് യൂട്യൂബിൽ നിന്ന് 10 പൈസ വരുമാനവും കിട്ടിയിട്ടില്ല. അല്ല, വരുമാനം നമ്മളിപ്പോ പുസ്തകം എഴുതിയ വരുമാനം കിട്ടില്ലേ? എത്ര മാഷുമാരും എത്ര ആളുകൾ പുസ്തകം എഴുതിയ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ആശയങ്ങളാണല്ലോ ഇതിനകത്ത്. അതിലെന്താ തെറ്റ്? ഇത്രയും പ്രതിസന്ധിയിൽ കിടക്കുമ്പോ എൻ്റെ മോള് UK പോവാൻ വേണ്ടിയിട്ടും മറ്റു പല തെങ്ങ് വീണ് പോയതായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടൊരു ലോൺ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നോട്ടീസ് പതിച്ചിട്ട് പോയി ഈ പ്രശ്നത്തിൽ. എന്തായാലും ശ്രീലത നമ്പൂതിരി അഥവാ ശ്രീലത ടീച്ചർ, ഞാൻ നല്ലൊരു നമ്പൂതിരിന്റെ മകളെ, ഞാൻ ഒറ്റ തന്ത. ശ്രീലത ടീച്ചർ എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ടീച്ചർ ഇന്നൊരു പോരാട്ടത്തിന്റെ പാതയിലാണ്. അത് ഈ CPM-ന്റെ ജീർണിച്ച മുഖങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അതാണ് യഥാർത്ഥ വിപ്ലവ പോരാട്ടം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. നന്ദി, നമസ്കാരം. നമസ്കാരം, ഒരുപാട് നന്ദി.